أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أعوذ بالله من الشيطان الرجيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സിദ്ദീസാണ് ഖുതുബ ഓതിയത്. വളരെ ഷോർട്ടായ ഖുതുബയാണ്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം ഫത്വ എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം നീട്ടിവലിച്ച് പറയേണ്ട വിഷയമാണെങ്കിലും നല്ല ചൂടുള്ളതുകൊണ്ടായിരിക്കാം മസ്ജിദുൽ ഹറാമിൽ ഖുതുബ കേൾക്കുന്ന മുസല്ലീങ്ങളെ അഥവാ നിസ്കരിക്കുന്നവരെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഷോർട്ടാക്കാൻ കാരണം. അല്ലാഹു അഅലം. ഏതായാലും ഫത്വ എന്ന വിഷയം അത് ഇന്ന് ഇവിടെ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അതിനെ ഏകീകരിക്കുവാനും അതിന് പരിഗണന വേണ്ടതുപോലെ നൽകുവാനും അതിന് അർഹപ്പെട്ടവരെ സെലക്ട് ചെയ്യുവാനും അത് ഇവിടുത്തെ ഫത്വ ബോർഡും ഹറമയിലുള്ളതായ പണ്ഡിതന്മാരും ഏകീകരിച്ച് അത് കൈകാര്യം ചെയ്യുവാനൊക്കെ തീരുമാനിക്കാൻ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമായതുകൊണ്ടായിരിക്കാം ആ വിഷയം ചർച്ചക്കെടുത്തത്. ഏതായാലും നമുക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പല രൂപത്തിൽ വ്യാപകമായ വളരെ എളുപ്പ രൂപത്തിൽ ലോകത്തിൽ ആ സകലം ഒരാൾ പറയുന്ന, ഒരാൾ ഫത്വ കൊടുക്കുന്ന, ഒരാൾ സംസാരിക്കുന്ന, ഒരാൾ മറുപടി നൽകുന്ന കാര്യം എത്താൻ സാധിക്കുന്ന ഒരു യുഗമാണല്ലോ. പെട്ടെന്ന് ഇത് ലോകവ്യാപകമാകും. നന്മയാവട്ടെ, തിന്മയാവട്ടെ, ഹക്കാവട്ടെ, ബാത്തിലാവട്ടെ എന്നതുകൊണ്ട് തന്നെ അതിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ധാരാളം പേര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയും ധാരാളം പേര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നിട്ട് യഥാർത്ഥത്തിൽ ഫത്വ ഉൾക്കൊള്ളേണ്ടത് ആരിൽ നിന്നിട്ടാണ് എന്നത് ഗ്രഹിച്ച് അതിന് നൽകേണ്ടതായ ബഹുമതിയും ബഹുമാനവും നൽകി അതിനെ ഫത്വ കേട്ടതിൻ്റെ ശേഷം മുഫ്തി പറയുന്നതായ ഫത്വയെ കേൾക്കുന്നവരും ഫത്വ ചോദിച്ചവരും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്നതാണ് നമ്മുടെ ബാധ്യത. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ പല ഇനത്തിൽ വിശാലമായി വ്യാപകമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസത്യമാണെങ്കിൽ സത്യം സത്യമാണെങ്കിൽ ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുന്ന യുഗമായതുകൊണ്ട് തന്നെ ഫത്വ കൊടുക്കുന്നവരും ഫത്വയെക്കുറിച്ച് ചോദിക്കുന്നവരും എല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിബന്ധന പാലിക്കുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് അവരോട് മാത്രം ചോദിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. കാരണം ഒരാൾ ഒരു കാര്യം ഫത്വ നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു വഹി നൽകിയ വിധിയാണ്. അപ്പോൾ അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഒപ്പിട്ട് വരികയാണ്, ഒപ്പിട്ട കാര്യം പറയാണ്. അള്ളാഹ് ഒപ്പിട്ട്, അള്ളാഹ് തീരുമാനിച്ച്, അള്ളാഹു ഖുർആനിൽ ഇറക്കി, അള്ളാഹു റസൂലിനെ അയച്ച, റസൂലിനെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് തീരുമാനമെടുത്തതായ ഒരു വിഷയമാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതാകുന്ന പരിഗണന നൽകണമെന്നർത്ഥം. അവൻ സംസാരിക്കുന്നത് അവന്റെ പോക്കറ്റിൽ നിന്നിട്ടല്ല. അവനോട് ചോദിക്കുന്നവർ ചോദിക്കുന്നത്, ഇസ്തിഫ്താ നടത്തുന്നത് എന്താണ്, ഖുർആൻ എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, അള്ളാഹു റസൂൽ സുന്നത്ത് എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, ഇസ്ലാം എന്ത് പറയുന്നു ഈ വിഷയത്തിൽ, അള്ളാഹു എന്ത് പറയുന്നു എന്നതാണല്ലോ ചോദിച്ചത്. എന്നതുകൊണ്ട് തന്നെ ഫത്വ നൽകുന്ന വ്യക്തി സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് എന്താണ് ആ വിധി, അത് അള്ളാഹു വിധിച്ച വിധി എന്താണെന്ന് അവൻ ആദ്യമായി പഠിച്ചിരിക്കണം. ആദ്യമായിട്ട് അതിനെ ക്ലിയറായിട്ട് ആഴത്തിലിറങ്ങി പഠിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം
നമ്മുടെ നേതാക്കളിൽ നിന്നിട്ട് പലരും പേടിക്കാറുണ്ട്. പ്രത്യേകിച്ച് മക്ക ഇമാമ് പറഞ്ഞതുപോലെ സഹാബാക്കളൊക്കെ സലഫ് സാലിഹ്യങ്ങളാകുന്ന മുമ്പന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരൊക്കെ ഫത്വ ചോദിക്കപ്പെടുമ്പോൾ ഒരാൾ മറ്റാളിലേക്ക് നീക്കം ചെയ്യലാണ്. ഇന്നാളോട് ചോദിക്കൂ, ഓരോ വ്യക്തിയും മറ്റാളിലേക്ക് നീക്കം ചെയ്യലാണ്. എന്തുകൊണ്ട്? പേടിയാണ് പറയാൻ. തെറ്റായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പറയാൻ ഭയപ്പെടലാണ്, പേടിക്കലാണ് അവർ. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമതായിട്ട് സത്യസന്ധതയുള്ളതായ ആ ക്ലിയറായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കലും ഉദ്ദേശിക്കുന്നത് അള്ളാഹു ആ വിഷയത്തിൽ ഖുർആനിൽ എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ആ വിഷയത്തിൽ ഹദീസിൽ എന്ത് പറഞ്ഞു എന്നത് പഠിച്ച് മനസ്സിലാക്കി പറയലാണ്. എന്നല്ലാതെ കാര്യലാഭത്തിന് വേണ്ടിയോ സ്ഥാനമോഹത്തിന് വേണ്ടിയോ നാട്ടിൽ നടക്കുന്ന ചർച്ചയ്ക്ക് അനുകൂലിച്ച് സംസാരിക്കാൻ വേണ്ടിയോ സപ്പോർട്ട് ബഹുഭൂരിപക്ഷത്തിന് ലഭിക്കാൻ വേണ്ടിയോ കുർസി പ്രേമത്തിന് വേണ്ടിയോ ഏത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആവാൻ പാടുള്ളതേ അല്ല ഫത്വ. അങ്ങനെയാകുമ്പോൾ ഫത്വക്ക് അർഹപ്പെട്ടവനായി മാറുന്നതല്ല അവൻ. അങ്ങനെയുള്ളവരോട് ചോദിക്കാൻ പാടുള്ളതുമല്ല. കാലത്തിനൊത്തിട്ട് കോലം കെട്ടുന്ന വിഭാഗം ഫത്വക്കാരായി മാറാൻ പാടുള്ളതല്ല. ഫത്വ കൊടുക്കുന്ന മുഫ്തികളായി മാറാൻ പാടുള്ളതല്ല. മുഫ്തികൾ എന്ന് പറഞ്ഞാൽ അതിന് അർഹപ്പെട്ടവർ മാത്രമേ മുഫ്തിയാവാൻ പാടുള്ളൂ എന്നർത്ഥം. അതിന് അർഹപ്പെട്ടവര് ആഴത്തിലിറങ്ങി ഖുർആനിനെയും തിരുസുന്നത്തിനെയും പഠിക്കേണ്ടതുപോലെ പഠിച്ച് അത് മദ്ഹബുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇമാമുകൾ ചർച്ച ചെയ്ത വിഷയമാണെങ്കിൽ, വ്യക്തമായ തെളിവില്ലാത്തതായ വിഷയമാണെങ്കിൽ എന്താണ് പണ്ഡിതന്മാര്, മുജ്തഹിദുകളായ പണ്ഡിതന്മാര്, ഗവേഷണത്തിന് അർഹപ്പെട്ടതായ പണ്ഡിതന്മാര് ആ വിഷയത്തിൽ പറഞ്ഞത് എന്നത് അറിഞ്ഞ് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളായിരിക്കണം ജനങ്ങളോട് പറയേണ്ടത്. എന്നല്ലാതെ അവന്റെ ഇഷ്ടാനുസരണം കാലത്തിനൊത്തിട്ട് ചുറ്റുപാടിനൊത്തിട്ട് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എളുപ്പമാർഗം കൈകൊള്ളുക എന്നത് മുഫ്തി ചെയ്യാൻ പാടുള്ളതല്ല. മുഫ്തിയുടെ നിബന്ധനയിൽപ്പെട്ടതാണ് മുഫ്തി എപ്പോഴും തെളിവിന്റെ ബേക്കിലാണ് നടക്കേണ്ടത് എന്നല്ലാതെ എളുപ്പമേതാണെന്ന് പരിശോധിക്കേണ്ടതല്ല. അപ്രകാരം തന്നെ ഇസ്തിഫ്താ ചെയ്യുന്ന ഫത്വ ചോദിക്കുന്ന വ്യക്തിയും അങ്ങനെ തന്നെയാണ്. കാര്യത്തിൽ എളുപ്പമുള്ളത് ഏതാണ് എന്ന് അന്വേഷിക്കേണ്ടതല്ല. അള്ളാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, വിധി ഈ വിഷയത്തിൽ എന്താണ് എന്നത് അറിയാൻ വേണ്ടിയാണ് പാടുപെടേണ്ടത്. അതിൽ എളുപ്പരൂപം ഏതാണ് എന്നതല്ല. അതേസമയത്ത് ചില വിഷയത്തിൽ ചില വിധികൾ പറയുന്ന സന്ദർഭത്തിൽ മുഫ്തിക്കറിയാം അത് ആ വിധിയിൽ കടുകട്ടിയുള്ളതായ വിധിയുമുണ്ട്, അതിൽ ലഘൂകരിക്കപ്പെട്ട വിധിയുമുണ്ട്. എങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വിധിയാണ് അവർക്ക് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത് എന്നതും ഫത്വ കൊടുക്കുന്ന സന്ദർഭത്തിൽ മുഫ്തി ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. മുഫ്തി ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. അപ്പോൾ ഒരാൾ മുഫ്തിയാവുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഖുതൂറത്തുള്ള വിഷയമാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപകടം പിടിച്ച വിഷയമാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപകടം പിടിച്ച വിഷയമാകുമ്പോൾ അത്തരം കാര്യങ്ങൾ കൈയാളാൻ പറ്റുന്നവർ, കൈയാളേണ്ടവർ, അർഹപ്പെട്ടവർ മാത്രമേ കൈയാളാൻ പാടുള്ളൂ. മറ്റുള്ളവരിലേക്ക് കൈയാളാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ മടിക്കരുത്. എനിക്കറിയില്ല എന്ന് പറയാൻ, എനിക്ക് വിവരമില്ല എന്ന് പറയാൻ അവൻ മടിക്കരുത്. അവൻ അറിയാത്തതിനെ ഇമാം മാലിക്കിനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ 40ഓളം ചോദ്യം ചോദിച്ചപ്പോൾ 36ഓളം ഏകദേശം ചോദ്യങ്ങൾക്ക് ലാ അദ്രി എന്നാണ് മറുപടി പറഞ്ഞത്. അതിന് അദ്ദേഹം മടിച്ചില്ല. അത് പറയുന്നതിൽ ഇമാം മാലിക്കിന് വരെ മറുപടി കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും, ജനങ്ങൾ പറയുമല്ലോ എന്ന രൂപത്തിൽ അദ്ദേഹം ചിന്തിച്ചില്ല. മറിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് ചോദിച്ച ചോദ്യങ്ങളായിരിക്കാം. എങ്കിലും മറുപടി ലാ അദ്രി എന്ന് പറയേണ്ട സ്ഥലത്ത് ലാ അദ്രി എന്ന് തന്നെ പറയണം. ലാ അദ്രി എന്ന് പറഞ്ഞാൽ നിസ്ഫുൽ ഇൽമി എന്നാണ് പണ്ഡിതന്മാരുടെ വെപ്പ്, അഥവാ പകുതി ഇൽമ് അഥവാ നിറഞ്ഞ ഇൽമുള്ള മനുഷ്യനാണ് ലാ അദ്രി എന്ന പദം ഉപയോഗിക്കുക എന്നതാണ്. എന്തുകൊണ്ട്? നോക്കി പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി യഥാർത്ഥം എന്താണെന്ന് അറിഞ്ഞിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചവനെ അവിടെ മടക്കേണ്ടതാണ്, പിന്തിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പടി തന്നെ ധൃതി കൂട്ടി എങ്ങനെയാണ് ഞാൻ ജനങ്ങളോട് അറിയൂല എന്ന് പറയുക എന്ന് അഹങ്കരിച്ചുകൊണ്ട് തോന്നിയത് പറഞ്ഞു കളയലല്ല എന്നർത്ഥം. അപ്പോൾ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളായില്ല. അപ്പോൾ അവൻ ആത്മാർത്ഥതയോടുകൂടി ഫത്വ നൽകുന്ന ആളായില്ല. അവന് കൊടുക്കുന്ന ഫത്വയിൽ ഇഖ്ലാസ് വേണമെന്ന് നാം പറഞ്ഞതായ ആ ഇഖ്ലാസ് ഇല്ലാതെയായി മാറി. അതൊക്കെ മുഫ്തി അഥവാ ഫത്വ കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. അള്ളാഹുവിന്റെ കൽപ്പന തന്നെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ അറിവുള്ളവരോടായിരിക്കണം ചോദിക്കേണ്ടത്. അറിവുള്ളവർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അറിവുള്ളവർ തന്നെയാണ്. പണ്ഡിതന്മാര് തീരുമാനിച്ച് ആ സ്റ്റാൻഡേർഡിലേക്ക് ആ പദവിയിലേക്ക് സെലക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഫത്വ കൊടുക്കാൻ അർഹപ്പെട്ടവരെ മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. നാം കാണാറുണ്ട് നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച്, ഇമാമുകളെ കുറിച്ച് അവരുടെ ഹിസ്റ്ററി വായിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം
അദ്ദേഹത്തിന് ഇത്ര വയസ്സിൽ ഫത്വ കൊടുക്കാനുള്ളതായ അധികാരം ലഭിച്ചു കൂഫയിൽ, അദ്ദേഹത്തിന് ഇത്രാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കാനുള്ളതായ ചാൻസ് ലഭിച്ചു മദീനയിൽ എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഇമാം മാലിക്കിനെ കുറിച്ച് നാം കേൾക്കാറുണ്ടല്ലോ, ലാ യുഫ്താവ മാലിക്കും ഫിൽ മദീന, മാലിക് ഇമാം മദീനയിലുള്ള കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് ഫത്വ ചോദിക്കപ്പെടാനോ മറ്റുള്ളവർക്ക് ഫത്വ കൊടുക്കാനോ അധികാരമില്ല. അപ്പോൾ അർഹപ്പെട്ടവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരായിരിക്കണം അതിന് മുന്നിടേണ്ടത്, അതിന് മുതിരേണ്ടത് എന്നർത്ഥം. അതാണ് ഫത്വ അപകടം പിടിച്ച വിഷയമാണെന്ന് പറയാൻ കാരണം ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മക്ക ഇമാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് സംസാരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനിലുള്ളത്, ഇസ്ലാം കൽപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇന്നതാണ് എന്നാണ് പറയുന്നത്. അവന്റെ പോക്കറ്റിൽ നിന്നിട്ട് അവന്റെ ദേഹേച്ഛയിൽ നിന്നിട്ട് വരുന്നതായ വാക്കല്ല അത് പറയുന്നത്, അവന്റെ സ്വന്തം അഭിപ്രായവും അല്ല അത് പറയുന്നത്, അവന്റെ ഗവേഷണവും അല്ല അവൻ പറയുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായ വിധി എന്താണ് ദീനിൽ ആ വിഷയത്തിൽ, ആ ചോദിക്കപ്പെട്ടതായ മസ്അലയിൽ എന്നതാണ്. ഒരാള് ഫത്വ കൊടുക്കുന്ന ആളാവാൻ, ഫത്വ നൽകുന്ന ആളായി മാറാൻ തീരുമാനിച്ച് അതിന് ആരംഭിച്ചു കഴിഞ്ഞാൽ അവൻ അപകടം പിടിച്ചതായ ഒരു ജോലിയാണ് ഏറ്റെടുത്തത് എന്നത് മനസ്സിലാക്കണം. അഥവാ അവൻ പഴച്ചാൽ മഹാ അപകടത്തിൽപ്പെടും. അവൻ ചിലപ്പോൾ പഴക്കാൻ കാരണമുണ്ട്. അങ്ങനെ പഴച്ചു പോയാൽ അവൻ മറ്റുള്ളവരെ പഴപ്പിച്ചു, മറ്റുള്ളവരെ പഴച്ച മാർഗത്തിലേക്ക് നയിച്ചു, അവന്റെ ഫത്വയിൽ കൂടി എന്നർത്ഥമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, ഒരാൾ ഫത്വ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അവൻ നന്നായി അതിന് അർഹനാണോ അല്ലേ എന്ന് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെയും തിരുസുന്നത്തിലൂടെയും അതിൽ നിന്നിട്ട് ഗവേഷണം ചെയ്ത് പറയുന്ന നമ്മുടെ നേതാക്കളായ സഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, ഇമാമുകൾ, അവരുടെയെല്ലാം അഭിപ്രായത്തെ ആരാഞ്ഞുകൊണ്ട് പഠിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കിയതായ ആ അഗ്രഗണ്യനായ പണ്ഡിതനായിരിക്കണം ഫത്വ നൽകാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടത്, ഫത്വ നൽകാൻ വേണ്ടി സെലക്ട് ചെയ്യപ്പെടേണ്ടത് എന്നർത്ഥം. എന്നാൽ ഏത് കാലഘട്ടത്തിലും ഫത്വയുടെ ആവശ്യമുണ്ടാകും. ഖിയാമത്ത് നാൾ വരെ ഫത്വ ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതായ ഒരു കാര്യമാണ്. ഭക്ഷണം പോലെ, നാം കഴിക്കുന്ന വെള്ളം പോലെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫത്വ ഒരു നിർബന്ധമായി ആവശ്യമുള്ളതായ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഫത്വക്ക് അർഹപ്പെട്ടതായ ആൾക്കാർ ഉണ്ടായതോടുകൂടി അത് ഏറ്റെടുക്കാതെ അത് ഒഴിവാക്കി കളയുകയാണെങ്കിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ അത് ഫർള് കിഫായയാണ്. അത് എല്ലാവരിലും വ്യാപകമായി പണ്ഡിതന്മാരിൽ നിലകൊള്ളുന്നതായ ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി മാറുകയും ചെയ്യും. ഒരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ എല്ലാം കുറ്റങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന അർത്ഥത്തിലേക്ക്. പക്ഷേ അത് അർഹപ്പെട്ട ആളായി മാറണം, അർഹപ്പെട്ട ആളായിരിക്കണം ഈ ഏറ്റെടുക്കേണ്ടത്, അർഹപ്പെട്ട ആളെ ആയിരിക്കണം സെലക്ട് ചെയ്യപ്പെടേണ്ടത് എന്നർത്ഥം. ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായ പദ്യങ്ങളൊക്കെ ഇന്ന് മക്ക ഇമാമ് ചെല്ലിയതായിട്ട് കാണാം. വളരെ ഷോർട്ടാക്കിയാണ് സംസാരിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. തഷ്കുൽ ഫതാവ മിൻ ഫീ സമാനിക ഹാലഹ മിൻ ബഅദി മാ സലബൽ ഫദാഉ ജമാലഹ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫത്വ എന്ന സാധനം തന്നെ ജനങ്ങളോട് ആക്ഷേപം ബോധിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടം ആ ഫത്വക്ക് നൽകുന്നതായ അർഹത ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. എന്തിലൂടെ? ഇന്നത്തെ ആധുനിക മാധ്യമങ്ങളിലൂടെ എന്നാണ് അതിന്റെ അർത്ഥം. അത് ആധുനിക പണ്ഡിതൻ ചൊല്ലിയതായ പദ്യമായിരിക്കാം. സാറത്ത് മുബൽബലത്തൽ ഫുആദി അം തഷ്തക്കി ഉലമാഹ അം തഷ്തക്കി ജുഹാലഹ. ആരോടാണ് ഞാൻ കുറ്റം ബോധിപ്പിക്കേണ്ടത്, ആരോടാണ് ഞാൻ ആക്ഷേപം ബോധിപ്പിക്കേണ്ടത്? എന്റെ ബാധ്യത ശരിക്കും നിർവഹിക്കുന്നില്ലല്ലോ. അഥവാ ഫത്വ പറയുകയാണ് എന്റെ ബാധ്യത ശരിക്ക് ജനങ്ങൾ നിർവഹിക്കുന്നില്ലല്ലോ. അത് പണ്ഡിതന്മാരുടെ കുറവാണോ അല്ലെങ്കിൽ അറിവില്ലാത്തവരുടെ കുറവാണോ? അഥവാ അറിവില്ലാത്തവർ ചോദിക്കുന്നവർ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുകയില്ല, ചോദിക്കേണ്ടതിന് ചോദിക്കുകയില്ല. ചോദിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ മുഫ്തിയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കലായിരിക്കും. അപ്പോൾ പല രൂപത്തിലും ഇത് പടർന്നു പിടിച്ചതായ ഒരു വ്യാപകമായ തെറ്റായി മാറിയിരിക്കുകയാണ്, രീതിയായി മാറിയിരിക്കുകയാണ്. എന്ത് ഫത്വ എന്നതായ കാര്യം എന്ന് ഫത്വ തന്നെ ആക്ഷേപിക്കുകയാണ് ജനങ്ങളെ. ജനങ്ങൾ എന്നെ കൈയാളേണ്ടതുപോലെ കൈയാളിയില്ല, എനിക്ക് നൽകേണ്ടതായ അവകാശം നൽകിയില്ല എന്ന് ഫത്വ പറയുന്നു എന്ന പദ്യം ഇന്ന് മക്ക ഇമാം ചൊല്ലിയതായി കാണാം. ഏതായാലും ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഫത്വക്ക് നാം സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് സ്വീകാര്യോഗ്യമായ മുഫ്തിയാണെന്ന്
ഓരോ നാടുകളിലും അറിയപ്പെട്ട അതിന് അർഹപ്പെട്ടതായ ആൾക്കാരെ തന്നെയായിരിക്കണം ഫത്വയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നാം അന്വേഷിക്കേണ്ടതും നാം ചെല്ലേണ്ടതും അങ്ങനെയുള്ളവരുടെ അടുക്കലായിരിക്കണം. അല്ലാത്ത പക്ഷം നാം ഒരു പക്ഷേ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ദീനിന്റെ കാര്യം ആരും എവിടെയും കൈയാളും. അതേ സമയത്ത് ഒരു എഞ്ചിനീയർ മാത്രമേ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടത് കൈയാളുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ വകുപ്പിൽപ്പെട്ട ഡോക്ടർ, ആ ഡോക്ടർ മാത്രമായിരിക്കും ആ മെഡിക്കൽ വകുപ്പിൽപ്പെട്ടതായ കാര്യങ്ങൾ കൈയാളുകയുള്ളൂ. ദീൻ അങ്ങനെയല്ല, ദീൻ ലായ് ആണ്. അത് ജനങ്ങളുടെ ഇടയിൽ ആർക്കും ഫത്വ നൽകാം. ആർക്കും ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ചായ കഴിക്കുന്ന സമയത്ത്, റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഫത്വ കേൾക്കാം. അദ്ദേഹം എങ്ങനെ പറയുന്നു, ഇദ്ദേഹം എങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന്റെ എല്ലാവരുടെ അടുക്കലും മറുപടിയുള്ള, എല്ലാവരുടെ പോക്കറ്റിലും മറുപടിയുള്ളതായ ഒരു വിലയില്ലാത്ത നിലയില്ലാത്ത കാര്യമായിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ദീന്, അതിന്റെ നിയമാവലികൾ, അതിന്റെ ഫത്വകൾ. അങ്ങനെയാവാൻ പാടുള്ളതല്ല. അർഹപ്പെട്ടവർ മാത്രമാണ് ഫത്വ നൽകേണ്ടത്. അതിനുള്ളതായ ആൾക്കാരെ പ്രത്യേകം സൗദി ഗവൺമെന്റ് പോലത്തതായ നാടുകളാകുമ്പോൾ പ്രത്യേക ഫത്വയുടെ വകുപ്പുണ്ട്. അതിന് പ്രത്യേക ആൾക്കാരെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ പട്ടണത്തിലും അതിന് പ്രത്യേക ആൾക്കാരെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് മാത്രമായിരിക്കണം അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭീമമായ കാര്യമാണെങ്കിൽ, ചർച്ചയ്ക്ക് വിധേയമായ കാര്യങ്ങളാണെങ്കിൽ, പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തതായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ടതായ ഫത്വയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അതിന് അർഹപ്പെട്ടവരോട് മാത്രമേ ചോദിക്കാവൂ. അർഹപ്പെട്ടവരോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ മക്ക ഇമാമ് ഇന്ന് ഊന്നി പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഫത്വ നൽകുന്നവൻ അള്ളാഹനെ ഭയപ്പെടണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അവന്റെ പ്രവർത്തനം അവന്റെ വാക്കിനോട് യോജിക്കണം. അഥവാ അവൻ പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുക, അവന്റെ ജീവിതത്തിൽ മറ്റൊന്ന് പകർത്തുക. അങ്ങനെയുള്ള ആളായി മാറാൻ പാടുള്ളതല്ല ആര്? മുഫ്തി. മുഫ്തി എപ്പോഴും എന്ത് വേണം? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് അവൻ ഫത്വ നൽകുന്ന, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തിയായി മാറിയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ചുറ്റുപാടിന് വേണ്ടിയോ ഒരു പ്രത്യേക വകുപ്പിന് വേണ്ടിയോ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ ദുനിയാവിനെ ഇടപെടുത്താൻ പാടുള്ളതേ അല്ല. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്, റസൂലുള്ളാഹിന്റെ വിധി എന്താണ് ഈ വിഷയത്തിൽ എന്ന് നോക്കേണ്ടതല്ലാതെ അവിടെ ആരെ സമാധാനിപ്പിക്കണം, ആരെ പ്രീതിപ്പെടുത്തണം, ആരുടെ കൂടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണ്ട എന്നൊന്നും നോക്കുക എന്നത് മുഫ്തിയുടെ ബാധ്യതയിൽപ്പെട്ടതല്ല. മുഫ്തി ചെയ്യാൻ പാടുള്ളതല്ല. അത് അപകടത്തിൽ ചെന്നു ചേരുന്നതാണ്. അത്തരം രൂപം കൈകൊള്ളുകയാണെങ്കിൽ മുഫ്തിമാർ എന്ന് പ്രത്യേകം മക്ക ഇമാമ് ഉണർത്തിയതായ ഭാഗമാണ്. അതുകൊണ്ട് ഫത്വ നൽകുന്നവരോട് ആയിരിക്കണം ചോദിക്കേണ്ടത് എന്ന് നാം പറയും പോലെ തന്നെ, മുഫ്തിയുടെ നിബന്ധനകൾ പറയും പോലെ തന്നെ, ഫത്വ ചോദിക്കുന്നവരും ചോദിക്കുന്ന സന്ദർഭത്തിൽ എന്ത് വേണം? ആവശ്യമുള്ളത് മാത്രം ചോദിച്ചാൽ മതി. ഇപ്പോൾ അനിവാര്യമായിട്ട് അറിയേണ്ട ഒരു ചോദ്യമാണിത്. ആ ചോദ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചോദിക്കാമെന്നല്ലാതെ അതിന് സമയം വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എങ്കിൽ അത് വിട്ടുകളയുക. അതുപോലെ തന്നെ വളരെ ശാന്തമായ ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കരുത്. ചിലപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് രണ്ട് കാരണമായിരിക്കാം. ഒന്ന് മുഫ്തിയെ പരിശോധിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന വ്യക്തി എല്ലാം അറിയുന്ന വ്യക്തിയാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം മുഫ്തിയുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെയുള്ള ലക്ഷ്യമായി പോകരുത്. അതുപോലെ തന്നെ ഹക്ക് ഏതാണ് ഇതിൽ എന്നറിയണം എന്ന ഉദ്ദേശമായിരിക്കണം ആരുടെ? ചോദിക്കുന്നവര് ഹക്ക് ഏതാണെന്ന് മനസ്സിലാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത്. പിന്നെ ചോദിക്കപ്പെടുന്ന ആ മുഫ്തിയുടെ സന്ദർഭം നോക്കിയിട്ടായിരിക്കണം ഫത്വ ചോദിക്കേണ്ടത്. ചിലപ്പോൾ മുഫ്തി ഫത്വ കൊടുക്കുന്ന ആള് ദേഷ്യമുള്ള സമയമായിരിക്കാം. ദേഷ്യമുള്ള സമയത്ത് അദ്ദേഹത്തിനോട് ഫത്വ ചോദിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ ദേഷ്യം അതിൽ കലരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ക്ലിയറായ വിധി ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള സന്ദർഭമായിരിക്കരുത് ചോദിക്കുന്ന സമയം എന്നും. അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യം നീട്ടിവലിച്ച് വിശദീകരിച്ച് ചോദിക്കുന്നതിന് പകരം ഇഖ്തിസാർ, വളരെ ഷോർട്ടായിട്ടാണ് ചോദിക്കേണ്ടത് എന്നും ഒക്കെ ചോദിക്കുന്നവരുടെ നിബന്ധനയുടെ കൂട്ടത്തിൽ മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതെ, എന്ന് മാത്രമല്ല മുഫ്തികൾക്കൊക്കെ ഫത്വ ഇസ്ലാമിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ, ഖുർആാനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ, ഖുർആാനെയും സുന്നത്തിനും അനുസരിച്ചിട്ട് ഫത്വ കൊടുക്കുന്നതായ യഥാർത്ഥ മുഫ്തിമാർക്ക് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്കെല്ലാം അള്ളാഹു അതിനുള്ളതായ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു മക്ക ഇമാം സംസാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം അദ്ദേഹം സംസാരത്തിന്റെ അവസാനത്തിൽ പറയുകയുണ്ടായി, നാം മാതൃകാപരമായ ജീവിതം ഉൾക്കൊള്ളുന്നതായ ഉമ്മത്തായി മാറണം. അങ്ങനെയുള്ള ഉമ്മത്തായി മാറാൻ അനിവാര്യമാണ് നാം ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് പോലെ മതം പൊട്ടി ജീവിക്കുന്നതായ വിഭാഗത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ തഹറുർ അഥവാ
അനിസ്ലാമിക സ്വാതന്ത്ര്യം, ഇസ്ലാം നൽകുന്നതായ ആ സ്വാതന്ത്ര്യം വിട്ടിട്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കാം, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നവരില്ല എന്ന രൂപത്തിലുള്ളതായ ലബത്തില്ലാത്ത രൂപത്തിലുള്ള ജീവിതമായി മാറരുത് നമ്മുടെ ജീവിതം കൃത്യനിഷ്ഠതയോടുകൂടിയുള്ളതായ ജീവിതമായിരിക്കണം. അങ്ങനെയുള്ള ജീവിതമാവാൻ എന്ത് വേണം? ഉമ്മത്ത് മുഹമ്മദ് ഐക്യത്തോടു കൂടി ജീവിക്കണം എന്ന ഐക്യത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അഥവാ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് അദ്ദേഹത്തിന്റെ ഖുതുബയെ സമാപിച്ചത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവുവാനും ഇസ്ലാം ഉദ്ദേശിക്കുന്നതായ ആ ഐക്യത്തോടു കൂടി ജീവിക്കുവാനും നാം പാടുപെടുക എന്നത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് നാം മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗത്തിന്റെ ആ അനിസ്ലാമിക തഹറുണ്ടല്ലോ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുന്നു എന്ന രൂപത്തിൽ സംസാരിക്കുന്ന വിഭാഗം നാം നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാറുണ്ട്. കമ്മ്യൂണിസം വേറെ, സോഷ്യലിസം വേറെ, സെക്യുലറിസം വേറെ, അതിനെല്ലാം പുറമെ ഇപ്പോൾ നിരീശ്വരത്വം വ്യാപകമായിക്കൊണ്ടേയിരിക്കുന്ന യുഗമാണ്, ബുദ്ധിപൂജകന്മാർ വ്യാപകമാവുന്ന യുഗമാണ്, അതുപോലെ തന്നെ ഹദീസ് നിഷേധികളായ ഖുർആൻ നിഷേധികളും വ്യാപകമായ യുഗമാണ്. അപ്പോൾ എല്ലാറ്റിലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ദീനിലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളെ ഇഷ്ടാനുസരണമാവാം എന്ന രൂപം പാടുള്ളതല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളുടെ ഇടയിൽ അവരുടെ ഐക്യമുണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദിന്റെ ബേക്കിലായിരിക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ എന്ന ആ ആയത്ത് മുമ്പിൽ വെച്ചിട്ടായിരിക്കണം മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. പ്രശ്നം വരുന്ന സമയത്തിൽ, കുഴപ്പം വരുന്ന സമയത്തിൽ, പ്രയാസമുണ്ടാകുന്ന സമയത്തിൽ, ചർച്ചയ്ക്ക് വിധേയമായുന്ന വിഷയം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെയാണ് ഈ വിഷയത്തിന് പ്രസക്തി നാം കാണുന്നത്. ഏത് വിഷയത്തിന്? ഫത്വ എന്ന വിഷയത്തിന് പ്രസക്തി കാണുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഫസ്അലു അഹ്ല ദിക്രി, നിങ്ങൾ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ഖുർആൻ പഠിച്ച അതിന്റെ വിശദാംശമാകുന്ന സുന്നത്ത് പഠിച്ച വിഭാഗത്തിനോട് നിങ്ങൾ ചോദിക്കുക, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ എന്ന അള്ളാഹുവിന്റെ ആ കലാമ് ശരിക്ക് പ്രകടമായി നമുക്ക് കാണുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക. ഞാൻ ഇതുവരെ പറഞ്ഞ രൂപത്തിലുള്ള സിഫത്തൊത്തതായ പണ്ഡിതന്മാരിലേക്കാണ് മടങ്ങുന്നതെങ്കിൽ അത് ഖുർആനിലേക്കായിരിക്കും മടങ്ങുക, സുന്നത്തിലേക്കായിരിക്കും മടങ്ങുക. അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇന്ന് മസ്ജിദ് നബവിയിൽ ഡോക്ടർ സുബൈത്തിയായിരുന്നു സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വിഷയം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആയത്ത് ഓതാൻ കാരണം. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശേഷികെട്ടതായ ഇന്ദ്രിയത്തുള്ളിൽ നിന്നിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ നാം വളരെ ശേഷികെട്ടതായ ഒരു വിഭാഗമായിട്ടാണ് വളർന്നു വന്നത് ഉമ്മാന്റെ വയറ്റിൽ. അവിടെ മുതൽ ആരംഭിക്കുന്നു സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ, ആ ശേഷികേടിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ശക്തി നൽകുന്നു, പ്രാപ്തിയുള്ള ആളാക്കി വളർത്തുന്നു. സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ, ശക്തിയും പ്രാപ്തിയും ഉള്ളതായ യുവാവും യുവത്വം ഒക്കെ വന്നതിന് ശേഷം പിന്നെന്ത് സംഭവിക്കുന്നു? ഖുവത്ത് പോയി ളഅഫിലേക്ക് വീണ്ടും മടങ്ങുന്നു, ശേഷികേടിലേക്ക് മടങ്ങുന്നു. അഥവാ ശൈബ, അല്ലാഹു തന്നെ പറയുകയാണ്, അഥവാ വയസ്സനും കഴിവില്ലാത്ത ശേഷികെട്ടാളും വാർദ്ധക്യം പൂണ്ടാളായും മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ സൃഷ്ടിച്ചത്. യഖ്ലുഖു മാ യശാ, അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അല്ലാഹു അലീമാണ്, ഖദീറാണ്. ഈ ആയത്ത് ഇന്ന് മദീന ഇമാം ചർച്ച ചെയ്യുകയായിരുന്നു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ സൃഷ്ടികൾക്ക് നൽകുന്നതായ സൃഷ്ടിപ്പിലുള്ളതായ ആ ഘട്ടങ്ങൾ. അത് അല്ലാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതിനെ മാത്രം വായിച്ചിട്ട് ആ ആയത്തിനെ മാത്രം പഠിച്ചിട്ട് എത്രയോ പേര് മുസ്ലിങ്ങളായിട്ടുണ്ട് ഇതര മതസ്ഥരിൽ നിന്നിട്ട്. ആ ആയത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തിൽ എത്താത്തത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചർച്ച ചെയ്തതായ ആ ഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത്രയും അഗാധമായി, ഇത്രയും ആധികാരികമായിട്ട് ഈ ഘട്ടങ്ങളെയെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് മുഹമ്മദ് ചർച്ച ചെയ്തത്, മുഹമ്മദ് ജനങ്ങളോട് പറഞ്ഞത്? അത് മുഹമ്മദിന്റെ പോക്കറ്റിൽ നിന്നിട്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു ഇറക്കിയതായ മതം തന്നെയാണ്, അള്ളാഹുവിന്റെ മതമാണ് ഇത് എന്ന് മനസ്സിലാക്കി സത്യത്തിലേക്ക് ഈ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹ് ചർച്ച ചെയ്യുന്ന ആയത്തുകൾ പഠിച്ച് മുസ്ലിമായവരെ കുറിച്ച് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. നാം കുട്ടിപ്രായമാകുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരെ പ്രതീക്ഷിക്കേണ്ടി വരുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. നമുക്ക് സ്വന്തം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഉമ്മയുടെ പരിപാലനമില്ലാതെ, വാപ്പയുടെ ശ്രദ്ധയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതല്ല. അവസാനം പിന്നെ നമുക്ക് അല്പം വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് നൽകാൻ വേണ്ടി നമ്മുടെ വാപ്പമാര് അതോടൊപ്പം ഉസ്താദന്മാര് നമുക്ക് വേണ്ടി വരുന്നു. അങ്ങനെ പലരുടെയും
പലരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഉമ്മ മൊലിയൂട്ടി വളർത്തിയതായ ആ ശേഷികെട്ടതായ കുട്ടി അവസാനം യുവാവായി മാറുന്നത്. അങ്ങനെ യുവാവായി മാറുന്ന സന്ദർഭത്തിൽ അഥവാ ബാലികാവുന്ന സന്ദർഭത്തിൽ ബാധ്യത അവന്റെ തലപ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കയറ്റിവെക്കുന്നു. ആ ബാധ്യതയുള്ളതായി മാറുന്ന സന്ദർഭത്തിൽ അതിന് അർഹപ്പെട്ട രൂപത്തിലുള്ളതായ കഴിവ് കേൾപ്പ് അല്ലാഹു അവന് നൽകുകയും ചെയ്യുന്നു. അവന് നിസ്കരിക്കാനും അവന് നോമ്പ് പിടിക്കാനും അവന് ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താനുമുള്ളതായ ആ ശാരീരിക ശേഷി അവന് ഉണ്ടായി മാറുകയും ചെയ്യുന്നു. ബഹുഭൂരിപക്ഷം അങ്ങനെയാണല്ലോ. അള്ളാഹുന്റെ ഷിട്ടിപ്പിന്റെ തല എങ്ങനെയാണ്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിട്ടികൾക്ക് ആവശ്യമുള്ളതായ ആ രൂപത്തിലുള്ളതായ ഷിട്ടിപ്പാണ് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധമായിരുന്നു ആ ഷിട്ടിപ്പ് നാം കാണുന്നത്. ഉമ്മാന്റെ പള്ളയിൽ എങ്ങനെയായിരുന്നു നാം, പിന്നെ എങ്ങനെയായിരുന്നു നാം? നിങ്ങൾ എന്നിലേക്ക് അഥവാ പരലോകത്തിൽ എന്നിലേക്ക് നിങ്ങൾ വന്നത് തനിച്ചാണ്. ഏതുപോലെ പണ്ട് നിങ്ങൾ ഒറ്റക്കാണ് ഉമ്മാന്റെ വയറ്റിൽ നിന്നിട്ട് പുറത്തു വന്നത് ദുനിയാവിലേക്ക്, അതുപോലെ തന്നെ ആ തനിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ എന്നിലേക്ക് വരുന്നത് എന്ന് ഖുർആൻ പറയുന്ന ശൈലിയുണ്ട്. അങ്ങനെ നാം ഒന്നും അറിയാതെ, എന്തുമറിയാതെ, ഒന്നുമറിയാതെ, ഒരു ഭാഷയും അറിയാതെ, ഒരു വാക്കുച്ചരിക്കാൻ പോലും അറിയാതെ രൂപത്തിലാണ് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. പിന്നെ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത് നൽകി, നാക്ക് നൽകി, അതുപോലെ തന്നെ കണ്ണ് നൽകി, എല്ലാ അവയവവും നൽകി. എന്നിട്ട് അതിനുള്ളതായ ചുറ്റുപാടുണ്ടാക്കി തന്നു. വാപ്പമാരുടെ ബാധ്യത വാപ്പമാർ നിർവഹിച്ചു, ഉസ്താദന്മാരുടെ ബാധ്യത ഉസ്താദന്മാർ നിർവഹിച്ചു. പലരുടെയും സഹായ സഹകരണത്തോടു കൂടി നീ യുവാവായി മാറി. അങ്ങനെ യുവാവായി മാറുന്ന സന്ദർഭത്തിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നിട്ട് തക്ലീഫ് വരുന്നു. ആ തക്ലീഫ് വന്നു കഴിയുമ്പോൾ നീ യുവാവാകുന്ന സമയത്തിൽ നീ ചെയ്യുന്നതായ അമലുകൾക്കെല്ലാം വളരെ വളരെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും എന്ന് മാത്രമല്ല പ്രതിഫലം അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ അങ്ങനെയുള്ളതായ ആ ഘട്ടങ്ങളെ കുറിച്ച് ഇന്ന് മദീന ഇമാമ് സംസാരിച്ചതായ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യഘട്ടമാകുന്ന ചെറുപ്പത്തിൽ ഉള്ളതായ ആ ഘട്ടം, അതിനുശേഷമുള്ളതായ മുലകുടിച്ച് പ്രാപ്തിയുള്ള ആളായി മാറിയതിന് ശേഷമുള്ളതായ ആ ചെറുപ്പകാലം തന്നെ, ഈ കാലഘട്ടത്തിലേക്കെല്ലാം നാം വലുതായതിന് ശേഷം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാതെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാതെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതല്ല. കാരണം അത്രയും നല്ല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശുശ്രൂഷ നൽകിയത്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിട്ടിച്ച് പരിപാലിച്ച് വളർത്തിയത്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹിക്മത്തുകളിലും അല്ലാഹുവിന്റെ മഹാ ആയാത്തുകളിലും ദൃഷ്ടാന്തങ്ങളിലുമാണ് ഖുർആൻ പെടുത്തിയിട്ടുള്ളത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സംസാരിച്ച സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ, അഥവാ യുവത്വം വന്നു കഴിഞ്ഞാൽ ഈ നമ്മെ ഷിട്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് വളർത്തിയതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ നാം അവൻ നൽകിയതായ തക്ലീഫിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ അർഹപ്പെട്ട ബാധ്യത നമ്മുടെ തലപ്പത്തുണ്ട് എന്നത് ഗ്രഹിച്ച് ജീവിക്കുന്നവനാണ് ആര്? തന്റെ ഇടമുള്ളതായ സത്യവിശ്വാസി. അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾ. നോക്കൂ, യുവത്വമുള്ളതായ ആൾക്കാരെ കുറിച്ച് മദീന ഇമാമ സൂചിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി, നമ്മുടെ നേതാക്കളൊക്കെ പണ്ട് സഹാബാക്കൾ പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിന്റെ മുമ്പന്മാരായ നമ്മുടെ നേതാക്കൾ അധികവും യുവാക്കളായിരുന്നു. സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ഓതുന്നതായ സൂറത്തുൽ കഹ്ഫിൽ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ഫസിദ്നാഹും ഹുദാ എന്ന് അല്ലാഹു പറയുന്നതായിട്ട് കാണാം. പരാക്രമികളുടെ മുമ്പിൽ വെച്ചിട്ട് സത്യം പ്രഖ്യാപിച്ചതായ, സത്യമാകുന്ന ഹക്കിനെ പ്രഖ്യാപിച്ചതായ അവരെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ചത് അവര് ആരായിരുന്നു? യുവാക്കളായിരുന്നു. അപ്പോൾ യുവത്വം ഉണ്ടാകുന്ന സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യത്തെ 5 കാര്യം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തുക. ഏതാണ് 5 കാര്യം? ശബാബക്ക, നിന്റെ യുവത്വത്തെ നീ സംരക്ഷിക്കുക. ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പായിട്ട്. വസിഹതക, നിന്റെ ആരോഗ്യത്തെ നീ സംരക്ഷിക്കുക, ആരോഗ്യം ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഖബ്ല സഖമിക, നിനക്ക് രോഗം പിടിപെടുന്നതിന് മുമ്പായിട്ട്. വഫറാഗക, നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക. ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്കിട്ട സമയം വരുന്നതിന് മുമ്പായിട്ട്. നിനക്ക് നാളെ എന്ത് സംഭവിക്കും, എന്ത് ജോലി നാളെ വരും, എന്ത് ധൃതി ഉണ്ടായിരിക്കും നാളെ എന്റെ ജീവിതത്തിൽ, ഇതൊന്നും ഇന്ന് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് നിന്റെ മുമ്പിൽ ഒഴിവുണ്ട്, അത് ശരിക്കും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിന്റെ ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തുക. ഖബ്ല ഫഖരിക, നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പായിട്ട്. നിനക്ക് ഇപ്പോൾ ഉള്ളതായ ഐശ്വര്യം ഇപ്പോൾ നിന്റെ കയ്യിലുണ്ട്, ആ കാശ് നാളെ ഉണ്ടാകുമോ എന്ന് നിനക്ക് പറയാൻ പറ്റുകയില്ല. അതിനെ നീ ഇന്ന് തന്നെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വഹയാതക ഖബ്ല മൗതിക,
നിന്റെ ജീവിതത്തെ നീ ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. നിനക്ക് ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആത്മാവുണ്ട്. നിനക്ക് ചലിക്കാനും അനങ്ങാനും പ്രവർത്തിക്കാനും സുജൂദ് ചെയ്യാനും റുക്കൂഅ് ചെയ്യുവാനും ഖിയാമുൽ ലൈൽ നടത്താനും ഖുർആൻ പാരായണം ചെയ്യാനും സഹായ സഹകരണങ്ങൾ ചെയ്യാനും ഇതിനെല്ലാം സാധിക്കും. ആ ഹയാത്തിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുക. ഇതിനു മുമ്പായിട്ട് മലക്കുൽ മൗത്ത് നിന്നെ പിടികൂടുന്നതിന് മുമ്പായിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ എല്ലാം നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശക്തി ചില ഘട്ടങ്ങളിൽ മാത്രം, പിന്നെ ശേഷി കേടുവരും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒരു നാഖത്തുണ്ടായിരുന്നു. അളുബാ എന്നാണ് നാഖത്തിന്റെ പേര്, ഒട്ടകമാണ്. ആ ഒട്ടകം അളുബാ എന്ന നാഖത്ത് ഏത് ഒട്ടകത്തിനും അതിന്റെ മുമ്പിൽ കടക്കാൻ പറ്റുകയില്ല എന്നാണ്. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകത്തിനേക്കാളും മുമ്പ് മറ്റൊരു ഒട്ടകം എന്ത് ചെയ്തു? ഓടി വന്നിട്ട് മുന്തുകയുണ്ടായി. സഹാബാക്കൾക്ക് പ്രയാസമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകത്തിനേക്കാളും സ്പീഡിൽ ഓടുന്ന ഒട്ടകമോ എന്ന് അവർക്ക് പ്രയാസമുണ്ടായപ്പോൾ റസൂൽ പറയുകയുണ്ടായി, അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ ശൈലി, അള്ളാഹുവിന്റെ സുന്നത്താണത്. ഒരു സാധനത്തെ ഉയർന്ന് ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ താഴ്ത്തും. എപ്പോഴും ഉയരുക എന്നത് ആരിലും എപ്പോഴും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമുക്കിപ്പോൾ കഴിവുണ്ട്, നമുക്കിപ്പോൾ കൽപ്പുണ്ട്, നമുക്കിപ്പോൾ ത്രാണമുണ്ട്, നമുക്ക് കൈക്കും കാലിനുമെല്ലാം ശക്തിയുണ്ട്. അത് ഈ സമയത്താണ്. അടുത്ത നാളെ ഉണ്ടാകുമോ, മറ്റന്നാൾ ഉണ്ടാകുമോ, അടുത്ത മാസം ഉണ്ടാകുമോ, അടുത്ത കൊല്ലം ഉണ്ടാകുമോ, അതൊന്നും നമുക്കറിയുകയില്ല. അപ്പോൾ അതുള്ള സന്ദർഭത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഹജ്ജ് വരികയാണ്, ഹജ്ജ് നിർബന്ധമായ വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യുക? എത്ര കണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ യുവത്വമുള്ള സമയത്ത് ഹജ്ജ് ചെയ്യാൻ ചാസുണ്ട്, കാശുണ്ട്, എന്നാൽ ആ സമയത്ത് ഉപയോഗപ്പെടുത്തുക. എന്തുകൊണ്ട്? ഹജ്ജ് കുറച്ച് മനക്കെടേണ്ടതായ ഒരു ഇബാദത്താണ്. ആ മനക്കെടുക എന്നത് ഞങ്ങൾക്കൊക്കെ ഇവിടെ കണ്ട് പരിചയമുള്ളതാണല്ലോ. വയസ്സും പ്രായവുമായിട്ട് 60-70 വയസ്സായതിന് ശേഷം ഹജ്ജിന് വന്നിട്ട് എറിയാൻ പോകാതെ പകരമെറിയേണ്ടി വന്നതായ ഗതികേട്, അറക്കാൻ പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ പല അമലുകൾ ചെയ്യാൻ പോകാൻ പറ്റാത്ത, പകരം മറ്റുള്ളവരൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഫത്വ അന്വേഷിച്ച് നടക്കുന്നതായ ഹാജിമാരെ കാണാം. എന്തുകൊണ്ട്? അവർക്ക് കാശും ആരോഗ്യവും കഴിവും ഉണ്ടായിട്ട് ആ സന്ദർഭത്തിൽ അവർ ചെയ്യാതെ പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാരായി മാറുന്നതാണ് ഇത്തരം വീഴ്ചയിൽ. അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് നാം പിന്തിപ്പിക്കരുത്. അതൊരു ഉദാഹരണമാണ് ഹജ്ജ്. അതുപോലെ ഏത് ഇബാദത്തും നാളെ 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 എന്ന പ്രശ്നം നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഞാൻ പണ്ട് തന്നെ ക്ലാസ്സിൽ പറയാറുണ്ട്, നമ്മുടെ നിഘണ്ടുവിൽ നിന്നിട്ട് നാം ക്യാൻസൽ ചെയ്യേണ്ടതായ ഒരു വിഷയമാണ് സൗഫ. ഒരു പദമാണ് സൗഫ. പിന്നെയാവാം എന്ന് പറയുന്നത് ദീനിന്റെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് നാം കഴിവുള്ള ഈ സന്ദർഭത്തിൽ അത് ശരിക്കും ഉപയോഗപ്പെടുത്തുക. എന്തുകൊണ്ട്? നമുക്ക് ഈ കഴിവ് ഇനി ഉണ്ടായിക്കോളണമെന്നില്ല എന്നത് നാം മനസ്സിലാക്കണം. ഇന്ന ഹഖൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിന ദുനിയ എന്ന ഞാൻ നേരത്തെ ഓതിയതായ ഹദീസിന്റെ പരിപൂർണതയാണ്. അതുകൊണ്ട് ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഷൈബത്ത് എന്നതായ മർഹല വന്നു കഴിയുമ്പോൾ, അഥവാ വാർദ്ധക്യമുണ്ടായി കഴിയുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്താൽ ആ സന്ദർഭത്തിൽ ഒരു പക്ഷേ ഇരുന്ന് നിസ്കരിക്കലായിരിക്കും, അല്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കലായിരിക്കും, അല്ലെങ്കിൽ കസാലയിൽ ചേരൽ നിസ്കരിക്കലായിരിക്കും, ചേരയിൽ പോകലായിരിക്കും, തവാഫ് ചെയ്യലായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ വരുന്നതായ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അവൻ ഓർക്കണം, പണ്ടുള്ളതായ കാലഘട്ടം എങ്ങനെയായിരുന്നു. എനിക്ക് യുവത്വം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞാൻ അന്ന് ഹജ്ജ് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ അന്ന് ഖിയാമുൽ ലൈൽ നടത്തിയിരുന്നെങ്കിൽ, ഞാൻ അന്ന് അർദ്ധരാത്രി നിസ്കരിച്ചിരുന്നെങ്കിൽ, ഞാൻ അന്ന് ഈ അമലുകൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൻ പിന്നെ ഓർത്ത് ഖേദിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ശൈലി കാണാം, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി ഫലാ യഅഖിലൂൻ. നാം ഒരാളെ വയസ്സും പ്രായവുമുള്ള വാർദ്ധക്യമുള്ള ആളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവൻ ശേഷികെട്ട ഷിട്ടിപ്പിന്റെ ഉടമയായി മാറുന്നു. അവൻ ഒന്നും കാട്ടാൻ സാധിക്കുന്നതല്ല ആ സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിൽ ഇവനെ ഖേദിച്ചിട്ട് കാര്യവുമില്ല. പ്രത്യേകിച്ച് പരലോകത്തിലേക്ക് എത്തിക്കഴിയുന്ന സന്ദർഭത്തിൽ വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ എന്ന ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടെ കൂടി നമുക്ക് വാണിംഗ് നൽകുന്ന ശൈലിയാണ്. അവർ നരകപ്പുള്ളികളായിട്ട് നരകത്തിൽ വെന്തുരുകിയും മറിഞ്ഞും തിരിഞ്ഞും കൊള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അട്ടഹാസിക്കുന്നതാണ്. എന്നിട്ട് അവർ പറയുന്നതാണ്, റബ്ബനാ രക്ഷിതാവേ അഖ്രിജ്നാ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്നിട്ട് ഒന്ന് മോചിപ്പിക്കൂ, ഒന്ന് ഞങ്ങളെ പുറത്താക്കൂ. എന്തിനാണ്? നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ദുനിയാവിൽ ഇതുവരെ ചെയ്തതായ അമലല്ലാത്ത പുതിയ അമലൊന്ന് ചെയ്യട്ടെ, നല്ല അമൽ ചെയ്യട്ടെ. ഇതുവരെ നിന്നെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, നീ ഇനി അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചു, നിനക്ക് മാത്രം ആരാധിച്ചിട്ടില്ല, നിന്നെ മാത്രം ഭയപ്പെട്ടിട്ടില്ല, നിനക്ക് മാത്രം നേർച്ചയാക്കിയിട്ടില്ല, നിനക്ക് മാത്രം ജീവിച്ച് ഭരിക്കണമെന്ന ആ നിർബന്ധം ഉണ്ടായിട്ടില്ല. അതിന് വിപരീതമായിട്ട് കണ്ടതും കേട്ടതും പൂജിക്കുന്നതായ ആ നീച നികൃഷ്ട ചിന്താഗതിയുമായിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് റബ്ബേ. അതുകൊണ്ട് എനക്കൊന്ന് ദുനിയാവിലേക്ക് മടങ്ങണം റബ്ബേ. എനക്കൊന്ന് കുറച്ച് ദിവസങ്ങളിൽ കിട്ടിയാൽ നന്മ ചെയ്തിരുന്നേനെ, നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നേനെ. നിന്റെ ഷിട്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ ദേഷ്യപ്പെടുത്തുന്ന, നിന്നെ കോപ്പിക്കുന്ന, നിനക്ക് കോപ്പമുടലെടുക്കുന്ന അങ്ങനെയുള്ള ആ നീച നികൃഷ്ട
ചിന്താഗതിയിൽ നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടിരുന്നേനെ, അതുകൊണ്ട് എന്നെ ഒന്ന് മടക്കണം റബ്ബേ എന്ന് ആ സമയത്തിൽ ആഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മറുപടി നൽകാൻ എന്തായിരിക്കും? അവിടുന്ന് അല്ലാഹുവിന്റെ മറുപടി, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾ എന്നിട്ട് എത്ര പേർക്ക് ഞാൻ 60 വയസ്സ് ജീവിക്കാൻ, 50 വയസ്സ് ജീവിക്കാൻ, 40 വയസ്സ് ജീവിക്കാൻ, 70 വയസ്സ് ജീവിക്കാനുള്ള സമയമൊക്കെ നാട്ടിൽ ദുനിയാവിൽ താൻ നൽകിയിട്ടില്ലേ? മാ യതദക്കറു ഫീ, ആ സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ലേ? എന്തുകൊണ്ട് ചിന്തിച്ചിട്ട് അപ്പോൾ പഠിച്ചിട്ട് അപ്പോൾ സത്യത്തിലേക്ക് മടങ്ങിയില്ല? അപ്പോൾ സത്യം പറയുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് അവഗണിച്ചു? അപ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. ഷിട്ടികളോടോ ഔലിയാക്കന്മാരോടോ ഖബറാളികളോടോ പ്രാർത്ഥിക്കുക തെറ്റാണ്, ശിർക്കാണ്, അത് അപകടമാണ്, നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്ന മഹാത്മാക്കളാകുന്ന ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്ന പറയുന്ന പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എന്തുകൊണ്ട് അത് കേട്ടില്ല? എന്തുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിച്ചില്ല? ഇപ്പോഴും നിങ്ങൾക്ക് മടങ്ങിപ്പോകാനോ അത് വ്യാമോഹം മാത്രമാണ്. നിങ്ങൾക്ക് അതിന് ചാൻസ് നൽകുന്നതല്ല, ധാരാളം ചാൻസ് നിങ്ങൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു ദുനിയാവിൽ. മൻ തദക്കറ ഫീഹി വജാഅകുമുൻ നദീർ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മരണത്തിനുള്ളതായ എല്ലാ സൂചനകളും നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾ വയസ്സും പ്രായമാകുമ്പോൾ അറിയാൻ സാധിച്ചു, ഇപ്പോൾ ഇതാ മരിക്കാൻ പോവുകയാണ്, ഇപ്പോൾ ഞാൻ കളവനായിരിക്കുകയാണ്, ഇപ്പോൾ എന്റെ കാല വളയുന്നില്ല, ഇപ്പോൾ എന്റെ മുതു വളയുന്നില്ല, ഇപ്പോൾ എനിക്ക് ഈ കഴിയുന്ന സന്ദർഭങ്ങളിൽ എന്നാൽ കഴിയുന്ന രൂപത്തിലെങ്കിലും അള്ളാഹുവിനെ ഞാൻ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ ആ ഘട്ടങ്ങളിൽ പോലും നിങ്ങൾ പരിശ്രമിച്ചില്ലല്ലോ. ഇപ്പോൾ ആ ചാൻസ് ഒക്കെ നഷ്ടപ്പെട്ടതിന് ശേഷമാണോ ഒന്ന് മടങ്ങട്ടെ റബ്ബേ എന്ന് ആഗ്രഹിക്കുന്നത്? അത് വ്യാമോഹം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിന് മറുപടി അവിടുന്ന് അങ്ങനെ നൽകുമെന്ന് ഖുർആൻ പറയുന്നതാണ്. കൂട്ടരെ, അങ്ങനെയുള്ള അപകട മേഖലയിലേക്ക്, അപകട ഘട്ടങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, നാം എന്ത് ചെയ്യുക? അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമുക്കുള്ളതായ കഴിവ് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അത് ശരിക്ക് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അറിയാത്തവർ അറിയാൻ പരിശ്രമിക്കുക, പഠിക്കാത്തവർ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് നേടുക. ഈ ചാൻസ് ഇനി നാളെ കിട്ടിക്കോളണമെന്നില്ല എന്ന് ഉറച്ച് തീരുമാനിച്ച് ഞാൻ നേരത്തെ ഓതിയതായ ഹദീസിൽ പറഞ്ഞതുപോലെ ആ ഒഴിവുള്ള സമയം, ഒഴിവില്ലാത്ത സമയം ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒഴിവുള്ളതായ സമയത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തുക, സിഹത്തുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ ഐശ്വര്യവാനായ സമയത്തെ ഉപയോഗപ്പെടുത്തുക. ജീവിക്കാൻ നമുക്ക് ചാൻസ് ഉള്ള ഈ സമയത്തെ മരണം വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളായിരുന്നു ഇന്ന് മദീന ഇമാമ ചർച്ചക്കെടുത്തതിൽ ചിലത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്തുവാനും അള്ളാഹുവിന്റെ പ്രീതികരമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രിക്കീന വൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد إسلامنا وديننا ودعوتنا ودروسنا اللهم من أراد بلاد الحرمين سوءا اللهم فاشغله في نفسي اللهم اجعل تدميره يا سميع الدعاء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.